ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീഷ്മാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ലൈവൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അല്ലു എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവൻ ഫ്രഷായി വരുമ്പോഴേക്കും അവനുള്ള ചായയൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു, അത് കുറച്ചെടുത്ത് ഇനി അതിലേക്ക് കുറച്ച് ബീട്രൂട്ടും കൂടി അരച്ച് ചേർക്കണം. എന്നിട്ട് അവർക്ക് ദോശ ചായയൊക്കെ ഉണ്ടാക്കട്ടെ. അബി എത്തിയിട്ടില്ല, അല്ലു എത്തിയിട്ടേ ഉള്ളൂ. അത് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ചായയും കടിയൊക്കെ റെഡിയാക്കുകയാണ്. അല്ലു ഫ്രഷായൊക്കെ എത്തിയിട്ടുണ്ട്. ചായയും കടിയൊക്കെ ആവണേ ഉള്ളൂ. അപ്പോൾ പേരയ്ക്കുള്ളത് അവർക്ക് രണ്ടുപേർക്കും മുറിച്ച് കൊടുത്തു. രണ്ടുപേർക്കുള്ള ദോശ റെഡിയായപ്പോൾ കഴിക്കാൻ കൊടുത്തു. കറിയായിട്ട് പാർട്സാണ് കൊടുത്തിട്ടുള്ളത്. പാർട്സും കൂട്ടി അവർ ദോശയൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ഇന്ന് പാർട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചതായിരുന്നു അത്. അതും കൂട്ടി അവർ ദോശയൊക്കെ കഴിച്ചു. ബൂസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് ചൂടാറ്റിയതിന് ശേഷം അത് കൊടുത്തു. രാത്രി നമുക്ക് എന്നും ചോറ് തന്നെയാണ്. അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് 2 മാസമായിട്ട് ഗോതമ്പ് പൊടി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി. കോളിഫ്ലവറും ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗോബി മഞ്ചൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. കോളിഫ്ലവർ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു. അതിന് ശേഷമാണ് ഊറ്റിയെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് വേണ്ട ഉള്ളികളൊക്കെ തൊഴിക്കാനും ഇതിനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ചുക്കുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർക്കുള്ള മസാല പുരട്ടി വയ്ക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 4 സ്പൂണ് മൈദ, 3 സ്പൂണ് കോൺഫ്ലവർ, 1 സ്പൂണ് അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, ഉപ്പ്, സോയാ സോസ്, കുരുമുളക് പൊടി എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തൊന്ന് മിക്സാക്കി അതിനുശേഷം കോളിഫ്ലവർ എല്ലാതും ഇട്ട് യോജിപ്പിച്ച് മാറ്റി വെച്ചു. കോളിഫ്ലവറിൽ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കട്ടെ. അപ്പോഴേക്കും ഗോബി മഞ്ചൂരിയയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. സവാള ക്യൂബ് പോലെ അരിഞ്ഞു. പിന്നെ ക്യാപ്സിക്കം അതുപോലെ അരിഞ്ഞ് രണ്ടും മാറ്റി വെച്ചു. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് മസാലയിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, അത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, അതും കനല്ലാതെ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഒരു സവാള, അത് നന്നായിട്ട് കുനുകുനുന്നെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും അരിഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ പച്ചമുളക് അരിഞ്ഞു മാറ്റി വെച്ചു. അങ്ങനെ എല്ലാം സെറ്റായതിനു ശേഷം ചുക്കുവെള്ളം തിളച്ചു, അത് മാറ്റി വെച്ചു. അപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചു. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് പൊരിച്ചെടുത്തു. അതിനുശേഷം ക്യാപ്സിക്കും സവാളയും വഴറ്റി മാറ്റി വെച്ചു. കോളിഫ്ലവർ പൊരിക്കുന്നതിൻ്റെ ഇടയിൽ ചപ്പാത്തിയുടെ മാവ് നന്നായിട്ട് കുഴച്ച് ഉരുളകളാക്കി മാറ്റി വെച്ചു. സവാളയും ക്യാപ്സിക്കൊക്കെ വഴറ്റി മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ട് വഴറ്റി, ഇഞ്ചി വഴറ്റി, സവാളയും ഇട്ടു. പിന്നെ പച്ചമുളകും സ്പ്രിംഗ് ഓണിയനൊക്കെ ഇട്ട് വഴറ്റി നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് സോയാ സോസ്, ടൊമാറ്റോ സോസ്,
കുറച്ച് സുർക്കയും പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ കോൺഫ്ലവർ എടുത്ത് കലക്കി അതും ഒഴിച്ചു കൊടുത്ത് തിളച്ചതിന് ശേഷം കോളിഫ്ലവറും സവാള വഴറ്റിയതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് തിളച്ചൊന്ന് സെറ്റായപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. കറിയൊക്കെ റെഡി ആയപ്പോഴേക്ക് തന്നെ രാത്രി ആയിട്ടുണ്ട്. പിന്നെ വേഗം ചപ്പാത്തിയൊക്കെ പരത്തി. അതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ ഓരോന്ന് കറി ആയതുകൊണ്ട് ചപ്പാത്തി ചുടുന്നതിനനുസരിച്ച് എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ അച്ഛനും അമ്മയൊക്കെ കഴിച്ചു. അപ്പോഴേക്ക് ശുഭേണ്ണും വന്നു. പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗ് ഇത്രയൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബായ്.